ഹായ് ഓൾ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, പള്ളി പോകാമെന്ന് കരുതി. നല്ല ക്ലൈമറ്റൊക്കെയാണ്, സണ്ണ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഓക്കെയാണ്. പക്ഷേ സണ്ണി ആണെങ്കിൽ പോലും പുറത്ത് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ജർമ്മനിയിലെ റെഡ് ക്രോസിൻ്റെ ഒരു ഓൾഡ് ഏജ് ഹോമാണിത്. അപ്പോൾ ഇവിടെ നല്ലൊരു പോഷായിട്ടുള്ള ഒരു ഓൾഡ് ഏജ് ഹോമാണ്. ഒരുപാട് റെസിഡൻസ് താമസിക്കുന്നുണ്ട് ഇവിടെ. നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവരുടെ മിറ്റ് ആർബൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ജോലിക്കാർക്ക് പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു കിൻഡർ ഗാർഡനും അതിൻ്റെ അടുത്തായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പ്ലേ ഏരിയസും ഒക്കെ അവിടെ ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അത് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ജർമ്മനി വന്നിട്ട് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രായമായിട്ടുള്ള ഇവിടുത്തെ ജനറേഷൻസ്. ഇവർ ഭയങ്കര ആക്റ്റീവാണ്. അവർ വീട്ടിലൊന്നും ഒതുങ്ങിക്കൂടിയിരിക്കും നമ്മുടെ പാരൻസിനെ പോലെ അങ്ങനെയല്ല. ഒരു വളരെ ആക്റ്റീവായിട്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനും കഫേയൊക്കെ കുടിക്കാനും ഒക്കെ ആയിട്ട് പോകാറുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ പള്ളിയിലെത്തി. ഞങ്ങളുടെ പള്ളിയുടെ പേര് സെൻറ്റ് ജോസഫ് ചർച്ച് എന്നാണ്. സെൻറ്റ് ജോസഫ് ചർച്ച് പള്ളിയിലെ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ ജർമ്മൻ അച്ഛനാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. മലയാളി അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ കുറവാണ് ഇവിടെ. എന്നാൽ പോലും വളരെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു അച്ഛനാണ്. ഞങ്ങളെയൊക്കെ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ് അച്ഛൻ. നമ്മുടെ മലയാളി ഫുഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കൾച്ചറും കാര്യങ്ങളും ഒക്കെ. ഇടയ്ക്ക് മലയാളം കുർബാനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പള്ളിയിൽ അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് പള്ളിയിൽ ഒരു സെമിത്തേരി ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഇവർ ചെടികളും കാര്യങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സമ്മറാകുമ്പോൾ നല്ല രസമാണ്. ഇതിനകത്ത് പൂക്കളും കാര്യങ്ങളും ഒക്കെ വരുന്ന കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അവരതിനെ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. അതിന് നല്ലൊരു ചാപ്പലും കാര്യങ്ങളൊക്കെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി രസമാണ്. നമുക്കിതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല റിലാക്സാണ്. പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇതിൻ്റെ അടുത്തായിട്ട് നല്ലൊരു പുഴയും ഉണ്ട്. ആൾക്കാർ ഈ വഴി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നടക്കാനും അവരുടെ പെറ്റുകളൊക്കെ ആയിട്ട് നടക്കാനും ഒക്കെ ഇറങ്ങാറുണ്ട്. യൂറോപ്യൻസിൻ്റെ ഒരു പ്രധാന ഹോബിയാണ് അവരുടെ വാക്കിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ എപ്പോഴും ചെയ്തിരിക്കും. അവരത് മുടക്കാറില്ല. നമ്മളെപ്പോലെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്നവരല്ല അവരിറങ്ങും. നല്ല രസമാണ്. ഇവിടെയൊക്കെ നമുക്ക് നടക്കാനും നല്ല ഭംഗിയാണ്. നമുക്കും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. അത് കഴിഞ്ഞ് എനിക്കിവിടെ ഏറ്റവും അടുത്തുള്ള വേറൊരു സ്ഥലമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാടിനെയൊക്കെ ഓർത്തു പോകും. നമ്മുടെ കേരളം പോലെയൊക്കെ നമുക്ക് തോന്നും. പച്ചപ്പും കാര്യങ്ങളും പുഴയും രസമാണ്. അപ്പോൾ ഇന്ന് സണ്ണി ഡേ ആയതുകൊണ്ടാകാം ഒരുപാട് ആൾക്കാർ നടക്കാനും വണ്ടി ഓടിക്കാനും എന്ന് പറയുമ്പോൾ സൈക്കിളൊക്കെ ഓടിച്ച് വരുന്നുണ്ട്. ഞാനും കുറച്ച് നേരം നടന്നു. ഒരു റിലാക്സ് ആകട്ടെ എന്ന് കരുതി ഇനിയും വീണ്ടും ജോലിക്കിലേക്ക് കയറുകയാണ്. പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. അതിൽ ചില ആൾക്കാരെങ്കിലും എന്നോട് ചോദിച്ചായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര് തെരേസ എന്നായിട്ടിരുന്നു. ആരാണ് ഈ തെരേസ എന്നൊക്കെ. അത് എൻ്റെ എന്താ പറയുക, എൻ്റെ ബാപ്റ്റിസ്റ്റിക് നെയിമാണെന്ന് പറയുമ്പോൾ നമുക്ക് മാമോദീസയുടെ പേരാണത്. പിന്നെ നല്ലൊരു ദിവസമായിരുന്നു. വേറൊന്നും പ്രത്യേകിച്ച് കാണുന്നൊന്നുമില്ല. വീട്ടിൽ പോകുന്നു. നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.